മീനച്ചൽ ഹോംസിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ബിജു പാല. ഇന്ന് നമ്മൾ പോകുന്നത് ഈരാറ്റുപേട്ട കാഞ്ഞിരപ്പള്ളി റോഡിൽ ചമ്പലമറ്റത്തിന് സമീപത്തായിട്ട് ഒരു 15 സെന്റ് സ്ഥലത്തില് ഒരു 1500 സ്ക്വയർ ഫീറ്റ്, അതും ടൗൺഷിപ്പ് ഒക്കെ ആയിട്ട് അടുത്ത് വരികയും എന്നാൽ നല്ല റെസിഡൻഷ്യൽ മേഖലയും എന്നാൽ ശാന്തമായിട്ട് ജീവിക്കാൻ പറ്റുകയും ചെയ്യുന്ന നല്ലൊരു മേഖലയിൽ 15 സെന്റ് സ്ഥലത്തില് 1500 സ്ക്വയർ ഫീറ്റ് വീട്. ചോദിക്കുന്ന വില 64 ലക്ഷം രൂപ മാത്രം. അത് നെഗോഷിയബിൾ പ്രൈസ് ആണ്. ഇതാകുമ്പോൾ നമുക്ക് വീടിന്റെ അകത്തെയും പുറത്തെയുമായ ദൃശ്യങ്ങളിലേക്ക് പോകാം. നല്ല ക്വാളിറ്റിയോടുകൂടി പണിയെടുപ്പിക്കപ്പെട്ടിരിക്കുന്ന കിണർ വെള്ള സൗകര്യത്തോടു കൂടിയുള്ള ഒരു നല്ല സൂപ്പർ വീട്. വാ കാണാം വീടിന്റെ അകത്തെയും പുറത്തെയുമായ ദൃശ്യങ്ങൾ. മീനച്ചൽ ഹോംസിന്റെ പുതിയ വീഡിയോ. നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയിലേക്കാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. നല്ലൊരു 15 സെന്റ് സ്ഥലത്തിലേക്ക് ഇതേ മുറ്റത്തേക്ക് കയറുന്ന ഭാഗം ഇൻ്റർലോക്ക് ഇടാനായിട്ടുള്ളതാണ്. അത് മഴ കാരണം അതിൻ്റെ പണികൾ 2-3 ദിവസത്തെ പെൻഡിങ് എന്ന് മാത്രമേ ഉള്ളൂ. ഇതോടനെ തന്നെ ഇൻ്റർലോക്ക് ഇടുന്നതുമാണ്. അപ്പോൾ അങ്ങനെ ഗേറ്റ്, അതുപോലെ ഇവിടെ ഒരു ഗേറ്റും വയ്ക്കാനുള്ളതാണ്. അപ്പോൾ അത്രയും പണികൾ കൂടിയാണ് ഇനി ബാക്കിയുള്ളത്. നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയിൽ നല്ലൊരു രീതിയിൽ പണി കഴിപ്പിക്കപ്പെട്ട നല്ലൊരു വീട് ആണ് ഈ കാണുന്നത്. വടക്കോട്ട് ദർശനം ഉള്ള വീട്, വടക്ക് കിഴക്ക് മൂലയിൽ കിണർ. വടക്ക് ദർശനത്തിലുള്ളത് ആണ് ഒരു ഐശ്വര്യം, അല്ലെ കിഴക്ക് വടക്ക് എന്നൊക്കെ വാസ്തുക്കാർ പറയാറുണ്ട്. അപ്പോൾ ഇത് വടക്ക് ദർശനത്തിലിരിക്കുന്ന വീട്. നല്ലൊരു കളർ കോട്ട് പെയിൻറ്റിങ് എല്ലാം ചെയ്ത് നല്ല ഏറ്റവും മേളിൽ കാണുന്ന ആ മതിലാണ് നമ്മുടെ ബൗണ്ടറി. ഈ താഴെ കാണുന്നിടത്ത് നമുക്ക് പച്ചക്കറി കൃഷിയോ അല്ലെങ്കിൽ ഗാർഡൻ ആക്കേണ്ടവർക്ക് അങ്ങനെയോ ഒക്കെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഏരിയ കൂടിയാണ്. നമുക്ക് വീടിൻ്റെ ബാക്ക് സൈഡിലേക്കൊന്ന് പോവുകയാണ്. 15 സെൻറ്റ് സ്ഥലത്തിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ 15 സെൻറ്റ് സ്ഥലമുള്ളത് കൊണ്ട് തന്നെ നമുക്ക് നല്ല മുറ്റവും സൗകര്യമുണ്ട്. മെയിൻ കിച്ചണിൽ നിന്ന് ഇറങ്ങുന്ന ഡോറാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ ബാക്ക് സൈഡിലേക്ക് പോകുമ്പോൾ ബാക്ക് സൈഡിൽ നല്ല മുറ്റം, മൊത്തം ബൗണ്ടറി കെട്ടി തിരിച്ചിട്ടിരിക്കുന്നതാണ് മുറ്റം. അപ്പോൾ നമ്മുടെ സ്ഥലം എല്ലാം അളന്ന് തിരിച്ച് ബൗണ്ടറി കെട്ടിയിട്ടിരിക്കുന്നതാണ്. ഈ സൈഡിലും നല്ലൊരു അടുക്കളത്തോട്ടത്തിനുള്ളൊരു പോയിൻ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ നേരെ ഫ്രണ്ടിലേക്ക് വരികയാണ്. ഫ്രണ്ട് വശത്തേക്ക് വരുമ്പോൾ ഇതാണ് നമ്മുടെ അത്യാവശ്യം വീണ്ടും പച്ചക്കറി നടാനോ ഗാർഡൻ ചെയ്യാനൊക്കെ ആയിട്ടുള്ള സ്പേസ് കൊടുത്തുകൊണ്ട് ലാസ്റ്റ് ഒരു ചെറിയ പെയിൻറ്റിങ് വർക്കുകളൊക്കെ ബാക്കിയുണ്ട്. അപ്പോൾ ആ വർക്കുകളും എല്ലാം ചെയ്ത് തീർത്ത് തരും. അപ്പോൾ ഈ സൈഡിൽ നമ്മൾ കാർ പോർച്ച് കണ്ടു. വലിപ്പമുള്ള കാർ പോർച്ചാണ്. സിറ്റ് ഔട്ടിലേക്ക് കയറുകയാണ്. വലിപ്പമുള്ള സിറ്റ് ഔട്ട്. തേക്കിൻതടി കൊണ്ടുള്ള ജനൽപ്പാളികളാണ് നമ്മൾ കാണുന്നത്. ഫ്രണ്ട് ഡോറ് കാണുന്നത് തേക്കിൻതടിയാണ്. ഗ്രാനൈറ്റാണ് ഇട്ടിരിക്കുന്നത്. മുഴുവൻ പണിയും തീർത്ത് ഒന്നുകൂടി ക്ലീൻ ചെയ്ത് ഇറങ്ങാനായിട്ടുണ്ട്. വീടിനകത്തേക്ക് കയറുമ്പോൾ കുറേ സാധനങ്ങളൊക്കെ പെയിൻറ്റിങ് ടിന്നുകൾ കാര്യങ്ങളെല്ലാം അതിനകത്ത് ഇരിപ്പുണ്ട്. അതെല്ലാം മാറ്റാനായിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ വീടിൻ്റെ അകത്തെ ദൃശ്യങ്ങളിലേക്കൊന്ന് കയറാം. ഫ്രണ്ട് ഡോറ് കാഴ്ചയ്ക്ക് നല്ല ഭംഗിയുള്ള ഫ്രണ്ട് ഡോറാണ്. തുറന്ന അകത്തേക്ക് കയറി കഴിയുമ്പോൾ നല്ല വിശാലമായൊരു സ്വീകരണ മുറി കാണാം. സ്വീകരണ മുറിക്ക് അപ്പുറത്ത് ബെഡ്റൂമുകൾ, ഇപ്പം നല്ലൊരു ഇൻറ്റീരിയർ വർക്കുകളുള്ള നല്ല സ്വീകരണ മുറി. ഈ സ്വീകരണ മുറിയുടെ എനിക്ക് സ്പെഷ്യലായിട്ട് തോന്നിയ മറ്റൊരു പ്രത്യേകത, ഈ സ്വീകരണ മുറിയിൽ വന്നിരിക്കുമ്പോൾ ബെഡ്റൂമുകളോ അല്ലെങ്കിൽ ഡൈനിങ് ഹാളോ കിച്ചണോ ഒന്നുമായിട്ട് യാതൊരു ടച്ചും ഇല്ല. അപ്പോൾ ഒരു ഗസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലി ആയിട്ട് അത്ര വലിയ അടുപ്പമില്ലാത്ത ആൾക്കാർ ആരെങ്കിലുമൊക്കെ വന്നാലും ഫാമിലിയിലുള്ളവർക്ക് അല്ലെങ്കിൽ നമ്മുടെ ആണുങ്ങൾക്കൊക്കെ ഫ്രണ്ട്സൊക്കെ വന്നാൽ വീട്ടിലുള്ളവർക്ക് അവരുടേതായ പ്രൈവസി ഉണ്ടാവും എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. ഇവിടെ TV യൂണിറ്റിൻ്റെ പോയിൻ്റ് ഇവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ഇവിടം കടന്ന് നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ റൈറ്റ് സൈഡിൽ ബെഡ്റൂമുകളും ലെഫ്റ്റ് സൈഡിൽ ഡൈനിങ് ഹാളും കിച്ചണും ഒക്കെയാണ്. ഇതാണ് ഒരു ബെഡ്റൂമിൻ്റെ ഡോറ് കാണാം. നമുക്ക് ഇപ്പുറത്തെ സൈഡിലെ ബെഡ്റൂമുകളൊക്കെ കണ്ടിട്ട് അങ്ങോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഒരു സൈഡ് തീർത്ത് കണ്ടുപോകാം. അപ്പോൾ നമ്മൾ ഇവിടെ ബെഡ്റൂമുകളാണ് കാണാൻ പോകുന്നത്. ഇത് 2 ബെഡ്റൂമാണിത്. 3 ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള വീടാണിത്. അപ്പോൾ ആദ്യത്തെ ബെഡ്റൂം തേക്കിൻതടി കൊണ്ടുള്ള ഡോറ് തുറന്ന് നമ്മൾ അകത്തേക്ക് കയറി. നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകളാണ് ഇവിടെ.
ഫാന്, ലൈറ്റ്, ഫാൻസി ലൈറ്റുകൾ എന്ന് വേണ്ടുന്ന എല്ലാ സംവിധാനത്തോടും കൂടിയാണ് ഈ ബെഡ്റൂമുകൾ ഇവിടെ ചെയ്തിരിക്കുക. ഇതാണ് നമ്മുടെ എന്താ പറയുക ഡോറുകൾ, വിൻഡോസൊക്കെ വന്നിരിക്കുന്നത്. ഇവിടെ കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ഇതാണ് എല്ലാം പാരിവെയർ പോലെയുള്ള മുഴുവൻ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള മെറ്റീരിയലുകൾ, എല്ലാം നല്ല ബ്രാൻഡഡ് മെറ്റീരിയലുകൾ ഉപയോഗിച്ച് നല്ല രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്ന നല്ല അടിപൊളി വീട് തന്നെയാണ് നമ്മളീ കാണുന്നത്. അപ്പോൾ നമുക്ക് ഇനി വീടിൻ്റെ അകത്തെ ദൃശ്യങ്ങളിലേക്ക്, ബെഡ്റൂമിൻ്റെ അകത്തെ ദൃശ്യങ്ങളിലേക്ക് കടന്നുപോയി നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. ഇവിടുന്ന് ടൗണിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് ഒരു 600 മീറ്റർ 700 മീറ്റർ ദൂരമാണ്. കടകളിലേക്ക്, ബസ് സ്റ്റോപ്പിലേക്ക്, സൂപ്പർ ഫാസ്റ്റുകൾ സഹിതം ആ ബസ് നിർത്തുന്ന ബസ് സ്റ്റോപ്പിലേക്ക് പോകുവാനായിട്ടുള്ള ദൂരം എന്ന് പറയുന്നത് 600 അല്ലെങ്കിൽ 700 മീറ്റർ ദൂരം മാത്രമാണ്. അത് നല്ല വീതിയുള്ള റെസിഡൻഷ്യൽ മേഖലയിൽ തന്നെയുള്ള നല്ല വീടുകൾ തന്നെയുള്ള നല്ല റോഡ് തന്നെയാണ്. ഇപ്പോൾ ജോലി ചെയ്യുന്നവർ, സ്ത്രീകളൊക്കെ ജോലിക്ക് പോയിട്ട് ചിലപ്പോൾ വരുന്നത് ചിലപ്പോൾ 6 മണിക്കോ 6:30-ക്കോ 7-നോ 8-നോ ഒക്കെ ആണെങ്കിലും അവർക്ക് നടന്നു വരാനും ഏറ്റവും നല്ല ഒരു പ്രദേശം തന്നെയാണ്. കാരണം ചുറ്റിലും അപ്പുറത്തും ഇപ്പുറത്തൊക്കെ വീടുകളുള്ള ഒരു മേഖലയാണ്. റബ്ബർ തോട്ടം അല്ലെങ്കിൽ ഒറ്റപ്പെട്ട മേഖലയിലൂടെ രാത്രിയിൽ നടന്നു വരുമ്പോൾ സുരക്ഷിതമല്ല നമ്മുടെ കേരളത്തിലെ റോഡുകൾ എന്നുള്ളത് സ്ത്രീകളെ സംബന്ധിച്ച് ഒരു ഭീഷണി തന്നെയാണ്. പക്ഷേ ഇവിടെ വരുന്നത് നമ്മൾ ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പം മുതൽ നല്ല വീതിയുള്ളതും നല്ല വീടുകൾ തന്നെയുള്ള നല്ല ജനവാസമുള്ള നല്ല മേഖലയിലൂടെ തന്നെയാണ് നടന്നു വരാൻ സാധിക്കുക. അപ്പോൾ അങ്ങനെ നമുക്ക് സുരക്ഷിതമായിട്ട് വീട്ടിലെത്താൻ പറ്റും. 2 വീലർ ഉള്ളവർക്കും അല്ലെങ്കിൽ കാറുള്ളവർക്കും നടന്നു വരേണ്ടവർക്കും എല്ലാം സുരക്ഷിതമായിട്ട് വരാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ലൊക്കേഷനാണ്. അതുപോലെ തന്നെ നല്ല വീടുകളാണ് അടുത്തുള്ളത്. അടുത്ത് നല്ല വീടുകളുള്ളതിനാൽ പേരൻസ് തന്നെ താമസിക്കുന്ന ഒട്ടനവധി വീടുകളുണ്ട്. അങ്ങനെ താമസിക്കുന്നവർക്കും ഏറ്റവും സുരക്ഷിതമായൊരു മേഖലയാണ് ഈ വീടിരിക്കുന്നിടം. അപ്പോൾ നല്ലൊരു മേഖലയിലാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സൂപ്പർ മാർക്കറ്റ്, അതുപോലെ തന്നെ കോൾഡ് സ്റ്റോറേജുകൾ, അതുപോലെ തന്നെ നമുക്ക് ബേക്കറി, അതുപോലെ ടെക്സ്റ്റൈൽസ് എന്ന് വേണ്ടുന്ന മുഴുവൻ സംവിധാനവും ഈ 600 മീറ്റർ ദൂരത്തിൽ നമുക്ക് അവൈലബിൾ ആണ് എന്നുള്ളത് മറ്റൊരു കാര്യം. അപ്പോൾ നമ്മൾ ഇങ്ങനെ നമ്മുടെ വീടിൻ്റെ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ട് പോകുമ്പോൾ ലോൺ സൗകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് ലോൺ സൗകര്യങ്ങൾ ലഭ്യമാണ്. സാലറി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കാണ് നമ്മൾ ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുക. നിങ്ങൾ വിളിക്കുമ്പോൾ ലോണിനെ പറ്റി ചോദിക്കുമ്പോൾ നിങ്ങളുടെ ഡീറ്റെയിൽസുകൾ സാധാരണ ചോദിക്കാറുണ്ട്. അപ്പോൾ ചോദിക്കുമ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലോൺ കിട്ടുമോ ഇല്ലയോ എന്ന് പറയണമെങ്കിൽ നിങ്ങളുടെ സാലറി എത്രയാണെന്നും എത്ര നാളായി വിദേശത്ത് ജോലി ചെയ്യുന്നത് എന്നും ഏജ് എത്രയാണെന്നും നമുക്ക് അറിഞ്ഞാൽ മാത്രമേ നമുക്കത് പറയാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ ഡീറ്റെയിൽസ് ചോദിക്കുമ്പോൾ കറക്റ്റായിട്ടൊരു ഡീറ്റെയിൽസ് പറഞ്ഞാൽ മാത്രമേ നിങ്ങളുടെ ലോണിൻ്റെ അവൈലബിലിറ്റി അല്ലെങ്കിൽ ലോൺ എലിജിബിലിറ്റി ഉണ്ടോ എന്ന് നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ലോണിൻ്റെ നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ നമ്മൾ ചോദിക്കുമ്പോൾ കൃത്യമായിട്ടൊന്ന് പറഞ്ഞു തരികയാണെങ്കിൽ ഞങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമുണ്ട്. കാരണം നിങ്ങൾ വീടെല്ലാം കണ്ട് കഷ്ടപ്പെട്ട് വീട് കാഴ്ച അല്ലെങ്കിൽ ഇങ്ങനെ കറങ്ങി നടന്ന വീടുകൾ ഒത്തിരി എണ്ണം കാണുക എന്ന് പറയുന്നത് അത്ര സുഖമുള്ള അല്ലെങ്കിൽ എളുപ്പമുള്ള കാര്യമല്ല. ഇതെല്ലാം ചെയ്ത് വിലയും സംസാരിച്ച് ടോക്കണും കൊടുത്തു കഴിഞ്ഞാണ് ബാങ്കിൽ ചെല്ലുന്നത്. ഇപ്പോഴാണ് ലോൺ കിട്ടില്ല എന്ന് പറയുന്നതെങ്കിൽ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടത് വെറുതെ ആയി പോകില്ലേ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നിങ്ങളുടെ സാലറി സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ ആധാർ പാനിൻ്റെ കോപ്പിയൊക്കെ തന്നു കഴിഞ്ഞാൽ അത് ബാങ്കിൽ കൊടുത്ത് ലോണ് സിവിൽ സ്കോർ ഉണ്ടോ അല്ലെങ്കിൽ ലോൺ കിട്ടുമോ ഇല്ലയോ എന്ന് നമുക്ക് 100% ഞങ്ങൾ ഉറപ്പിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്.
ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നവർക്കും ലോൺ എടുത്തു കൊടുക്കാൻ പറ്റുന്നതാണ്. സിബിൽ സ്കോർ ഇല്ലാത്തവർക്കും ലോൺ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം നല്ല ഒരു പക്കയായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ പ്രൊഫൈൽ എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ, സിബിൽ സ്കോർ ഇല്ലെങ്കിൽ ഇല്ല എന്ന് തന്നെ ഞങ്ങളോട് പറഞ്ഞോളൂ. ഇല്ലെങ്കിൽ ഞങ്ങൾ അതിനനുസരിച്ചുള്ള ബാങ്കായിരിക്കും നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് തരിക. അപ്പോൾ അങ്ങനെ നല്ലൊരു വീട്, അതിൻ്റെ 3ാമത്തെ ബെഡ്റൂമും അറ്റാച്ച്ഡ് ആയിട്ടുള്ളത് കണ്ടു. നമ്മൾ ഡൈനിങ് ഹാളിലേക്കാണ് ഇറങ്ങുന്നത്. നല്ല സൗകര്യപ്രദമായ ഒരു ഡൈനിങ് ഹാള്, അതിനോട് സമീപത്ത് ഒരു ഓപ്പൺ കിച്ചൺ. അപ്പോൾ കിച്ചണിലേക്ക് മാത്രമേ ഉള്ളൂ ഡൈനിങ് ഹാളിൽ നിന്ന് എൻട്രൻസ്. അപ്പോൾ അത് തന്നെയാണ് ഈ വീടിൻ്റെ മറ്റൊരു പ്രത്യേകത. ഇത് വാഷ് ഏരിയ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നു. കാരണം കിച്ചണിലേക്ക് മാത്രമേ ഉള്ളൂ എന്ന് പറയാൻ കാരണം, നമ്മൾ മറ്റ് ബെഡ്റൂമുകളിലേക്കുള്ള എൻട്രൻസ് ഒക്കെ ഇവിടെ നിന്നാണെങ്കിൽ അത് പിന്നെ നമുക്കൊരു അസൗകര്യമാണ്. കാരണം ടേബിൾ ചെയറൊക്കെ ഇടുമ്പോൾ ആ സൈഡിലൂടെ ഒരു പാസേജ് കൊടുത്തുകൊണ്ട് വേണം നമുക്കിടാൻ. ഇപ്പോൾ മനോഹരമായ ഒരു കിച്ചണിലേക്കാണ് കയറിയത്. നല്ല ACP വർക്കുകളുള്ള നല്ലൊരു കബോർഡുകളുള്ള നല്ലൊരു കിച്ചണാണ്. വുഡിൻ്റെ ഫിനിഷിങ്ങാണ് അവിടെ കൊടുത്തിരിക്കുക. അപ്പോൾ നല്ല അടിപൊളി വീട്, നല്ല കിച്ചൺ, നല്ല സൗകര്യപ്രദമായ കിച്ചൺ. ഇവിടുന്ന് ഫുഡൊക്കെ എടുത്ത് ഡൈനിങ് ടേബിളിലേക്ക് വെക്കാൻ നല്ലൊരു എളുപ്പമുള്ള രീതിയിലാണ് ചെയ്തിരിക്കുക. കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് അടുപ്പ് കത്തിക്കാവുന്ന രീതിയിലാണ്, അത് ഗ്യാസ് അടുപ്പാണെങ്കിലും അത് കത്തിക്കാവുന്ന രീതിയിലാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ നല്ലൊരു കിടുക്കാച്ചി വീട്. ഇത് പുറത്തേക്ക് ഇറങ്ങുവാനായിട്ടുള്ള ഡോറ് നമ്മൾ പുറത്തോടെ കണ്ടത് കൊണ്ട് ഇത് തുറന്നിറങ്ങേണ്ട ആവശ്യമില്ല. വാഷിംഗ് മെഷീൻ വെക്കാനായിട്ടുള്ള പോയിൻ്റൊക്കെ ഇവിടെയാണ് വന്നിരിക്കുക. ഇതാണ് ഡൈനിങ് ഹാളിലോ കിച്ചണിലോ നിന്ന് വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഒരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഒരു പ്രൈവസി ഉണ്ട് എന്ന് പറഞ്ഞത് ഇതാണ്. ഇനി നമ്മൾ നേരെ ഗസ്റ്റ് ലിവിങ് ഏരിയ വഴി നമ്മൾ വീഡിയോ വൈൻഡ് ഔട്ട് ചെയ്യുകയാണ്. അപ്പോൾ മറക്കണ്ട, 15 സെൻറ്റ് സ്ഥലം, 1500 സ്ക്വയർ ഫീറ്റ് വീട്, 3 ബെഡ്റൂം അറ്റാച്ച്ഡ്. ചോദിക്കുന്ന വില 64 ലക്ഷം രൂപ, നെഗോഷ്യബിൾ പ്രൈസാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും മറക്കരുത്. ഞങ്ങളെ വിളിക്കൂ. വിളിച്ച് വന്നാൽ ഈ വീട് കാണിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ പുതുപുത്തൻ വീഡിയോസുമായി നാളെ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.